അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കൗൺസിലിംഗ് പഠന ക്ലാസ് 8 സംശയരോഗം എന്ന പൊടിപിടിച്ച കണ്ണാടി, ഇതാണ് 8ാമത്തെ ക്ലാസ്സിൻ്റെ വിഷയം. സ്വയം തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയാത്തത്. എനിക്ക് എന്നെ തന്നെ വിശ്വാസം ഇല്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നു. മറ്റുള്ളവരും തന്നെപ്പോലെ തന്നെ മജ്ജയും മാംസവും ബുദ്ധിയും വിവരവും അറിവും എല്ലാം ഉള്ളവരാണ് എന്ന ഒരു തോന്നൽ, ഒരു തിരിച്ചറിവ് ആദ്യം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ആദ്യം നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങാം. വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങാം. വീട്ടിലുള്ള ആളുകൾ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം. ഇനി കുറച്ചും കൂടി വിശാലത, കൂട്ടുകാരാകാം, കുടുംബക്കാരാകാം, പരിചയക്കാരാവാം, അങ്ങനെ പലവരും ആകാം. ഇവരെല്ലാവരും നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളവരാണ്. അപ്പോൾ അവർക്കാണ് നാം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സങ്കല്പിക്കേണ്ടത്. ഞാൻ എന്നെ വിശ്വസിക്കുന്നത് പോലെ എൻ്റെ സുഹൃത്തിനെ ഞാൻ വിശ്വസിക്കണം. അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കളെ വിശ്വസിക്കണം. അതേപോലെ തന്നെ എൻ്റെ ഭാര്യയെ, അല്ല ഭർത്താവിനെ, അല്ല മക്കളെ വിശ്വസിക്കണം. അപ്പം നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരെല്ലാമാണോ അവരിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ഒരു തെറ്റ് സംഭവിച്ചാൽ, ഉദാഹരണത്തിന് മാതാപിതാക്കളെ വീട്ടിലുണ്ടാകും, മക്കളിൽ നിന്ന്, മകനിൽ നിന്ന്, മകളിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെറുതായിരിക്കാം. അപ്പോൾ ഒരുപാട് വലിയ ശിക്ഷ കൊടുക്കുക അത് നമുക്ക് പാടില്ലാത്തതാകുന്നു. കാരണം അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് തെറ്റുകാരൻ ചെറിയ തെറ്റാണ് ചെയ്യുന്നത് എങ്കിലും അവനെ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു മാനസിക ഒരു വൈഭവം, അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ഭാഗത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആ ശൈലിക്ക് മാറ്റം വരണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നൽകാനുള്ള അറിവ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. നമ്മുടെ മുഖം, ഈ മുഖത്തിൻ്റെ സൗന്ദര്യം നമ്മൾ നോക്കാൻ നമ്മൾ ആരെയാണ് സമീപിക്കുന്നത്? എല്ലാവരും കണ്ണാടിയെ സമീപിക്കും, അല്ലേ? അപ്പോൾ കണ്ണാടിയെ നമുക്ക് വിശ്വാസമാണ്. എങ്ങനെ? കൂട്ടുകാരനേക്കാളും അല്ലേ? അതല്ലെങ്കിൽ നാം ബന്ധപ്പെടുന്ന മറ്റുള്ളവരെക്കാളും കൂടുതലായി കണ്ണാടിയെ നമുക്ക് വിശ്വാസമാകുന്നു. കാരണം നമ്മുടെ നേർ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണാടി നമ്മളെ ചതിക്കുകയില്ല. പരിപൂർണമായ വിശ്വാസമുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ നാം കണ്ണാടിയെ വിശ്വസിക്കുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കൂ, കണ്ണാടിയിലേക്ക് നോക്കിയാൽ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം മങ്ങിയിരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം രണ്ടെണ്ണമായിട്ട് കാണുന്നു.
തെറ്റുകാരൻ ആരാണ്? നാം ആരെ കുറ്റപ്പെടുത്തും? കണ്ണാടിയെ കുറ്റപ്പെടുത്തുമോ? നാം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുമോ? ചിന്തിക്കാം നമുക്ക്.